ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞങ്ങൾ സ്കൂബ ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇടയ്ക്ക് ഈ മൊബൈൽ ഒന്ന് തിരിക്കണം, കാരണം അങ്ങനെയാണ് ഇത് വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ദ്വീപിലാ? കവരത്തി ദ്വീപിലാണ് ഞങ്ങൾ. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സ്കൂബ ചെയ്യാൻ പോവാണ്. കടലിന്റെ അടിയിൽ പോയിട്ട്. നീ പോണില്ല? മാമ പോണ്ട്? എന്നാ പോണ്ട. ബാബ മുമ്പ് ചെയ്താണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത് കവരത്തി ദ്വീപിലെ 7 days ബീച്ചാണ്. 7 days ബീച്ച്. അങ്ങ് ദൂരെ കണ്ടില്ല, അവിടെയാണ് നമ്മളെ ഷിപ്പൊക്കെ അടിക്കുന്ന സ്ഥലം. ഇപ്പൊ സമയം രാവിലെ 7 മണിയാണ്. ഞങ്ങൾ താമസിക്കുന്ന ചെറിയൊരു വീടാണ്. ആ വീടിന്റെ ബാക്ക് ഭാഗത്താണ് ഈ ബീച്ച് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഈ പരിസരം കാണാനൊക്കെ. ഇതൊക്കെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാ ദ്വീപുകളിലും ഉണ്ട്. അത് ബീച്ചിലെ ചില ഭാഗങ്ങളിലാണ് ആ ചെയ്യുക. വാട്ടർ ആക്ടിവിറ്റീസ് എന്താണ്? ലക്ഷദ്വീപിലൊന്ന് വരണം. ഏതെങ്കിലും ദ്വീപിൽ വന്നാൽ മതി അല്ലേ? വരണ്ടേ? എല്ലാവരും ലക്ഷദ്വീപിൽ വരാൻ പറയും. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഓട്ടോയിൽ പോകണം. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ പോവാണ്. എങ്ങോട്ടാ പോകുന്നത് അറിയോ? ഇപ്പൊ സമയം 7:45. നമ്മുടെ സ്കൂബ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ ഒരു 5 star സ്കൂബ ഉണ്ട്. സ്കൂബക്ക് തന്നെ പല തരത്തിലുണ്ട്. ഇതൊരു VIP സ്കൂബയാണ്. ഞാൻ മുമ്പ് 2019 വന്ന സമയത്ത് ചെയ്ത അതേ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. ഇതാണ് ആ ഒരു സ്ഥലം. ഇവിടെ നല്ല ഇവരെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ത്യയിലത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിട്ട് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഇവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. സ്കൂബ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ക്ലാസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന്റെ ഡിസ്കവറി സ്കൂബ ഡൈവ് ഓപ്പൺ വാട്ടറിലാണ്. ഓപ്പൺ വാട്ടറിലാണ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഡെപ്ത് വരെ 12 മീറ്റർ ആണ്. ഡ്യൂറേഷൻ വരെ 25 to 30 minutes അണ്ടർ വാട്ടർ. ഓക്കെ, ഇതൊരു ഫുള്ളി അസിസ്റ്റഡ് പ്രോഗ്രാം ആയിരിക്കും. ഒരു ഡൈമാസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് 1:1 ആണ്. ഒരാളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു ഫുള്ളി സേഫസ്റ്റ് ഡൈവ് ആണ്. കുറച്ച് ഗിയേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ അവർ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് 3 കാര്യം മാത്രം ചെയ്യുക. വാച്ച്, ബ്രീത്ത്, ഈക്വലൈസ്. ഈക്വലൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ മാസ്റ്റർ ഇതാണ് നമ്മുടെ മാസ്ക് വരുന്നത്. ഇത് നമ്മുടെ കണ്ണും മൂക്കും കവേർഡ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പൊ വെള്ളം കയറൂല. നമുക്ക് ഡൈവ് സൈറ്റ് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡൈവ് സൈറ്റിൽ നമുക്ക് കാണാനുള്ളത് ലൈവ് കോറൽ, ഡെഡ് കോറൽ, ഫിഷ്, സ്കൂൾസ് ഓഫ് ഫിഷ്, ഗ്രൂപ്പ് ഓഫ് ഫിഷ്. പിന്നെ നിങ്ങൾ ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോപ്പസ്, സ്റ്റിംഗ്റേ, ടർട്ടിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ ലക്കോലി. രണ്ടാമത്തെ കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ബ്രീത്തിങ്. സ്കൂബയിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുക വായ കൊണ്ടാണ്, മൂക്കൊണ്ടല്ല. ഓക്കെ, ഇൻ കേസ് നമ്മൾ മൂക്കൊണ്ട് ബ്രീത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ മാസ്കിൽ ഫോഗ് വീഴാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ വിസിബിലിറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ സ്കൂബയിൽ നമ്മൾ വായ കൊണ്ടാണ് ബ്രീത്ത് ചെയ്യുക. ഇൻഹേലും എക്സേലും രണ്ടും വായ കൊണ്ടാണ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു റെഗുലേറ്റർ ഉണ്ടാവും. അത് നമ്മുടെ ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിൽ പ്ലേസ് ചെയ്യാം. ചെറുതായിട്ടൊരു ബൾജ് സ്പേസ് ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് കടിക്കുക. ഓക്കെ, ചെറുതായിട്ട് കടിക്കുക. നല്ലോണം കടിക്കണ്ട, ചിലപ്പോൾ ജോപ്പേന് വരും. ചെറുതായിട്ട് കടിക്കുക. വായ ഔ ഷേപ്പിൽ സീല് ഔ അങ്ങനെ പിടിക്കുക. അപ്പോൾ സീലാവും. ഞാൻ നമ്മൾ ശ്വസിക്കുക.
ഓക്കെ. അതിനുള്ള ബ്രീത്തിങ് പ്രാക്ടീസ് നമുക്ക് ഇവിടെ ഷാലോ വാട്ടറിൽ തരും. അത് നിങ്ങൾ കംഫർട്ട് ആയിട്ട് നമ്മൾ ഡൈവിന് എടുക്കോളൂ. ഓക്കെ. സ്കൂബയിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, നെവർ എവർ ഹോൾഡ് യുവർ ബ്രെത്ത്. ഓക്കെ. ഒരിക്കലും ശ്വാസം പിടിച്ചു വെക്കാൻ പാടില്ല. ഈ ഹോൾ പ്രോഗ്രാം കഴിയണവരെ നമ്മൾ എങ്ങനെയാണോ ഈ അന്തരീക്ഷത്തിൽ ശ്വസിക്കുന്നത് അതുപോലെ സമാധാനത്തിൽ ശ്വസിക്കുക. ഓക്കെ. പാനിക് ബ്രീത്തിങ് ഒന്നും വേണ്ട, ഡീപ് ബ്രീത്ത് എടുക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റൂല അണ്ടർ വാട്ടറിൽ. ഇപ്പൊ കുറച്ച് ഹാൻഡ് സിഗ്നൽസ് ഉണ്ട്. ആ ഹാൻഡ് സിഗ്നൽസ് ഡൈവിന് പോണതിന് മുന്നേ പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇതാണ് ഓക്കെ. ക്വസ്റ്റ്യനും ഇത് തന്നെയാവും. ഡൈവ് മാസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടുണ്ടാവും, ആറി ഓക്കെ അങ്ങനെ ചോദിച്ചോണ്ടുണ്ടാവും. നമ്മൾ ഓക്കെ ആണെങ്കിൽ തിരിച്ച് നമ്മൾ ഓക്കെ കാണിക്കുക. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ഓക്കെ കാണിക്കുക. ഇതാണ് നോട്ട് ഓക്കെ. ഓക്കെ. ഇത് ഓക്കെ, ഇത് നോട്ട് ഓക്കെ, ഈ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ നോട്ട് ഓക്കെ കാണിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ വേദന വരും, പ്രഷർ കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റെഗുലേറ്റർ വെച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് വെച്ചാൽ ശരിയാവില്ല, കൈവേദന, ചിലപ്പോൾ കാൽവേദന, വാട്ട് എവർ ഇറ്റ് ഈസ്. നോട്ട് ഓക്കെ കാണിക്കുക, നമ്മുടെ പ്രശ്നം എന്താണെന്ന് സ്പോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ചെവിവേദന ആണെങ്കിൽ നോട്ട് ഓക്കെ വിത്ത് മൈ ഇയേഴ്സ്, നോട്ട് ഓക്കെ വിത്ത് മൈ റെഗുലേറ്റർ, നോട്ട് ഓക്കെ വിത്ത് മൈ മാസ്ക്, നോട്ട് ഓക്കെ സ്പോട്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളും അവർ അണ്ടർ വാട്ടറിൽ നിന്ന് റെക്ടിഫൈ ചെയ്യും. അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട്. ഓക്കെ. ഇനി അതിന് പറ്റില്ലെങ്കിൽ അവർ നിങ്ങളെ സർഫേസിലേക്ക് പുൾ ചെയ്യും. ഓക്കെ. നിങ്ങൾ സർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിയേഴ്സിൽ ഒരു ഇൻഫ്ലേറ്ററി ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അവർ ജസ്റ്റ് ഇൻഫ്ലേറ്ററി ബട്ടൺ അടിക്കും, നിങ്ങൾ ഇൻഫ്ലേറ്റ് ആവും, സർഫേസിൽ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ സർഫേസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് മാക്സിമം നേരെ നോക്കാം. കാരണം നിങ്ങൾ ഏത് സൈഡിലേക്കാണ് നോക്കാൻ ശ്രമിക്കുന്നത് ആ സൈഡിൽ നിങ്ങളുടെ ബോഡി ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. സർഫേസിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് മാക്സിമം നേരെ നോക്കാം. ഓക്കെ. മലർന്നാവും കിടക്കാം, മലർന്ന് കിടക്കുമ്പോൾ നേരെ നോക്കാം. കാരണം നിങ്ങൾ ഈ സൈഡിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ ബോഡി ഈ സൈഡിലേക്ക് തിരിക്കും, ഈ സൈഡിൽ തിരിഞ്ഞാൽ ഈ സൈഡിൽ തിരിയും. ഓക്കെ. അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ കണ്ണുകൊണ്ട് വേണമെന്ന് നോക്കാം. ഓക്കെ. അവരെന്നവർ നിങ്ങളുടെ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യും, അവർ വീണ്ടും തിരിച്ച് താഴെ എടുക്കും. ഓക്കെ. ഇത് മോളിൽ പോകാനുള്ളത്. ഓക്കെ. സാധാരണ നമ്മൾ ഇങ്ങനെ ഓക്കെ കാണിക്കുക, പക്ഷെ സ്കൂബയിൽ ഇങ്ങനെ കാണിച്ചാൽ ഒരു മോളിക്ക് എടുക്കും. സ്കൂബയിൽ ഇതാണ് ഇത് മോളിക്ക് പോകണമെന്നാ പറയുന്നത്. അല്ല, എന്തെങ്കിലും നമുക്ക് ഈക്വലൈസിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മോളിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കാണും. ഓക്കെ. ഇത് താഴെ പോവാൻ. ഓക്കെ. അപ്പൊ താഴെ പോകുമ്പോ അണ്ടർ വാട്ടറിൽ പ്രഷർ ഉണ്ടാവും. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ താഴെ പോകുമ്പോൾ അണ്ടർ വാട്ടർ പ്രഷർ ഉണ്ടാവും. ഓക്കെ. നമുക്കിവിടെ സൈനസോൾസ് ഉണ്ട്, ഇയർ ഡ്രം ഉണ്ട്, ലങ്സ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്യൂസ് ആവും, നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും, ചെവിടെ അടയണ പോലെ, മാസ്ക് ടൈറ്റ് ആണ പോലെ ഒക്കെ തോന്നും. അപ്പൊ ഇത് റിക്കവർ ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും താഴെ പോകാൻ. അപ്പൊ ഇത് റിക്കവർ ചെയ്യാനുള്ള ടെക്നിക്കാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈക്വലൈസിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ. ഈക്വലൈസിംഗ് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മാസ്കിന്റെ ഈ ഭാഗം വരെ ഒരു റബ്ബർ സിലിക്കണിന്റെ പോർഷൻ ആണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ മൂക്ക് വെത്താൻ പറ്റും. ഓക്കെ. മാസ്കിന്റെ മുകളിൽ കൂടെ മൂക്ക് വെത്താം, മൂക്ക് കൂടെ പുറത്തേക്ക് ശ്വാസം വിടാൻ ശ്രമിക്കുക. വായ നമ്മുടെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. മൂക്ക് വെത്താം, മൂക്ക് കൂടെ പുറത്തേക്ക് ശ്വാസം വിടാൻ ശ്രമിക്കുക. ഈ ഭാഗത്ത് പ്രഷർ കൊടുക്കുക. ചെറിയൊരു പോക്ക് സൗണ്ട് ഉണ്ടാവും ചെവിയിൽ. ട്രൈ ചെയ്ത് പോകുന്നത് നമുക്ക് എപ്പോഴാണ് ആ പ്രഷർ സ്റ്റാർട്ട് ചെയ്യണത്, പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്പോഴാണ്, അപ്പോഴൊക്കെ നമ്മൾ സ്വയം ഈക്വലൈസ് ചെയ്യുക. ഓക്കെ. വേദന വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈക്വലൈസ് ചെയ്യാം. ഓക്കെ. ഈക്വലൈസ് ചെയ്യാൻ മൂക്കിന്ന് കൈയെടുക്കുക, അവരോട് ഓക്കെ കാണിക്കുക, താഴെ എടുക്കാൻ പറഞ്ഞാൽ അവർ വീണ്ടും താഴെ എടുക്കും, വീണ്ടും താഴെ പ്രഷർ ഉണ്ടാവും. ഓക്കെ. വീണ്ടും നിങ്ങൾ ഈക്വലൈസ് ചെയ്യണം. ഡൈവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വലൈസ് ചെയ്യുക, താഴെ പോവുക, ഈക്വലൈസ് ചെയ്യുക, താഴെ പോവുക, അങ്ങനെ ആയിരിക്കും ഡൈവ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ എപ്പോഴൊക്കെയാണ് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾ സ്വയം മാസ്ക് ഒക്കെ ടൈറ്റ് ആണോ അല്ലെങ്കിൽ ചെവിടൊക്കെ അടയണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഈക്വലൈസ് ചെയ്യാം. ഓക്കെ. ഈക്വലൈസ് ചെയ്താൽ റെഡിയാവും. അത് ചെയ്യാം. താഴെ പോകുമ്പോ
പ്രഷർ ഫീൽ ചെയ്യുമ്പോൾ ഈക്വലൈസ് ചെയ്യാം. മോളിക്ക് വരുമ്പോൾ ഈക്വലൈസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ ലെവലിൽ ഈക്വലൈസ് ആയതാണ് ബോഡി. നമ്മുടെ ബോഡി ഓൾറെഡി ആ ലെവലിൽ ഈക്വലൈസ് ആയതാണ്. ഓക്കെ, ഇത് റബ്ബർ ടൈപ്പാ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ എങ്ങനെ പിടിക്കാം. സമാധാനത്തിൽ ചെയ്യാം. കൂടുതൽ നേരം ഇത് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ജസ്റ്റ് മൈക്രോ സെക്കൻഡ്സിന്റെ പരിപാടിയുള്ളൂ, പെട്ടെന്നാവും. ഓക്കെ, സമാധാനത്തിൽ ചെയ്യാം. കൂടുതൽ നേരം പിടിച്ചിരിക്കേണ്ട, ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈക്വലൈസ് ചെയ്യണില്ല, താഴെ പോകാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ പെയിൻ വരും. പെയിൻ വരുമ്പോൾ നമ്മൾ നോട്ടോക്ക് എത്തുമ്പോൾ ES കാണിക്കും. അപ്പൊ ഇൻസ്ട്രക്ടർ ഈ സിഗ്നൽ കാണിക്കും. ഓക്കെ, ഈ സിഗ്നൽ ഇങ്ങനെ 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 നമ്മൾ ഈക്വലൈസ് ചെയ്യാണ്ട് താഴെ പോകാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും വേദന വരും. നമ്മൾ നോട്ടോക്ക് എത്തുമ്പോൾ ES കാണിക്കും. അപ്പൊ ഇൻസ്ട്രക്ടർ ഈ സിഗ്നൽ കാണിക്കും. ഇതാണ് ഈക്വലൈസിങ്. ഇത് നിങ്ങളുടെ ഓർമ്മപ്പെടുത്താനാണ്. ഈക്വലൈസിങ് നിങ്ങൾ കറക്റ്റ് ഈക്വലൈസിങ് ചെയ്യണില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രഷർ നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നമ്മുടെ ബോഡി പ്രഷർ നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ആ ബോഡി പ്രഷർ സ്റ്റാർട്ട് ചെയ്യണത്, അപ്പോഴൊക്കെ നിങ്ങൾ ഈക്വലൈസ് ചെയ്യാം. ഓക്കെ, അണ്ടർ വാട്ടറിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കും. ഓക്കെ, അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് ഉണ്ടാവുക, മോസ്റ്റ്ലി ഫിഷസും ബോഡീസും ഒക്കെ ഉള്ള ഏരിയയിലാണ് ഉണ്ടാവുക. നിങ്ങൾ അവിടെ പോയി എത്തുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കും. നമുക്ക് ഗൂഗിൾ ഡ്രൈവിന്റെ ഒരു ബാർകോഡ് ഉണ്ട്. ഡ്രൈവ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക, വൈകുന്നേരം ആവും അപ്ലോഡ് ചെയ്യാതിരി. ഓക്കെ, ഒരു മാസത്തേക്ക് അവിടെ ഫോട്ടോസും വീഡിയോസും ഉണ്ടാവും. ഓക്കെ, അണ്ടർ വാട്ടറിൽ നീന്താൻ പാടില്ല, ഫിഷിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, കോറൽസ് തൊടാൻ പാടില്ല. ഓക്കെ, ഈ 3 കാര്യം ചെയ്യാൻ പാടില്ല. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യുക: വാച്ച്, ബ്രീത്ത്, ഈക്വലൈസ്. ഓക്കെ, എന്തെങ്കിലും ചുമ്മാ അങ്ങനെ നിന്നാ മതി അല്ലേ, ചുമ്മാ നിന്നാ ഒക്കെ അവർ ജസ്റ്റ് കണ്ണോണ്ട് കാണാം. എൻജോയ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അമരൻ, നമ്മൾ എവിടേക്കാ പോകുന്നത്? സ്കൂബ ചെയ്യാനല്ലേ? ആ, സ്കൂബ ചെയ്യുന്ന അതിന് പോവാ ഞങ്ങൾ. നമ്മളെ കെട്ടിയോളും വലിയവനും സ്കൂബ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ മുമ്പ് ചെയ്തിരുന്നു 2017. പിന്നെ ഒന്ന് പ്രാവശ്യം ചെയ്തിരുന്നു. സ്കൂബ ചെയ്യുന്നതിൻ്റെ നമ്മുടെ ബ്രീത്ത് ടെസ്റ്റ് ഉണ്ട്. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂബക്ക് പ്രവേശനമുള്ളൂ. അതിനുവേണ്ടി പോവുകയാണ് അവർ. ലക്ഷദ്വീപില് വേൾഡിലെ സെക്കൻഡ് സ്കൂബ ചെയ്യുന്നതിൽ ബെസ്റ്റുള്ള സ്ഥലമാണ്. ഫസ്റ്റ് തായ്ലൻഡ്. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ കടൽ തീരത്ത് ഇതിന്റെ ട്രെയിനിങ് ആണ്. ആ വെള്ള ടീഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, അത് ഞാൻ ആ 2019-ലും 2017 വന്നിരുന്നു. ആ സമയത്ത് വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇതൊരു 5 സ്റ്റാർ സ്കൂബ സെന്റർ ആണ്, അതായത് ലോക്കൽ അല്ല. പിന്നെ ഇത് അതിലേക്കുള്ള ഗ്യാസും കുറ്റിയും മറ്റും ഇതിന്റെ നമ്മുടെ ബാക്കിലുള്ള പിന്നെ കിറ്റൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബോട്ട് ഉണ്ട്. ആ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ബോട്ട് പോകും. ഇതാണ് ആ ബോട്ട്. ഈ ബോട്ട് സഞ്ചരിച്ച് പോയിട്ട് കുറച്ച് കടലിന്റെ ഒരു ഭാഗമുണ്ട്, ഇന്ന ഭാഗങ്ങളിൽ നിന്നൊരു ഏരിയ ഉണ്ട്, അവർക്ക് അതിനെപ്പറ്റി ആയിട്ട് ഉണ്ട്. അവിടെ നമ്മൾ സ്കൂബ ചെയ്യുക. ഇതിന് 4500 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഉള്ളത്. പിന്നെ നമ്മളെ ചെയ്യിക്കുന്ന ആൾക്ക് നമ്മൾ ടിപ്പും കാര്യങ്ങളും കൊടുക്കും. ഇവര് ഗോപ്രോ ഉണ്ട്, ഗോപ്രോയിൽ നമ്മളെ വീഡിയോ കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് തരും. അത് നമുക്ക് ഓൺലൈനിൽ പിന്നെ ഡൗൺലോഡ് ചെയ്യുക, അവരുടെ സൈറ്റിലുണ്ടാവും അത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാർ ഉള്ളതാണ്. ഞാൻ കുറച്ച് നല്ല തന്നെ കരുതി. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ആദ്യം പോകാൻ വലിയ താല്പര്യമില്ലെന്ന്, പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ, കാരണം ഇത് നാട്ടിലെത്തിക്കാൻ ഈ സംഭവം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞങ്ങളെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിലൂടെ കണ്ടില്ലേ കിറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോ ഞങ്ങളൊരു 4 പേരാണ് ഉള്ളത്. വേറെ 2 പേര് കുറച്ച് പ്രായമുള്ളവർ ഇതിൽ ചെയ്യുന്നില്ല. പിന്നെ ഞാനും ചെയ്യുന്നില്ല, എൻ്റെ ചെറിയ മോളും ചെയ്യുന്നില്ല. എൻ്റെ മോനും വൈഫാണ് ചെയ്യുന്നത്. ഇതിൽ വേറൊരു ഞങ്ങളെ അങ്ങാടിപ്പുറത്തുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരിത് ചെയ്യണില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നിർബന്ധിച്ച് അവരും ചെയ്യുന്നത്. കാരണം നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം എങ്ങനെയായാലും നടക്കൂല. കാരണം അത് ലക്ഷദ്വീപത്തിനുള്ളത് ചെയ്യാൻ പറ്റുക. പിന്നെ തായ്ലൻഡിലുണ്ട് ഇത്, പിന്നെ അന്തമാൻ നിക്കോബാറിലൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറിയ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിന്റെ സ്കൂബ
കാര്യങ്ങളും അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.